ഇന്ത്യയിൽ വേനൽക്കാല താപനില റെക്കോർഡുകൾ ഭേദിച്ച് കുതിക്കുമ്പോൾ രാജ്യം നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയെന്ന റിപ്പോർട്ട്. വരാനിരിക്കുന്ന മാസങ്ങളിൽ ഉഷ്ണതരംഗം കൂടുതൽ കഠിനമാകുമെന്നും ഇത് ഏകദേശം 38 കോടി ജനങ്ങളുടെ ജീവിതത്തെയും രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെയും ഗുരുതരമായി ബാധിക്കുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. വെറുമൊരു കാലാവസ്ഥാ വ്യതിയാനം എന്നതിലുപരി ഇന്ത്യയുടെ തൊഴിൽ മേഖലയെയും ഉൽപാദനക്ഷമതയെയും തകർക്കുന്ന അദൃശ്യ ശത്രുവായി ചൂട് മാറിക്കഴിഞ്ഞു. കഠിനമായ ചൂട് മൂലം സൂര്യാഘാതം, നിർജ്ജലീകരണം, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ എന്നിവ വർദ്ധിക്കുകയാണ്. ഇതിനകം തന്നെ 38 കോടിയിലധികം ആളുകൾ ഉഷ്ണതരംഗത്തിന്റെ നേരിട്ടുള്ള ഭീഷണിയിലാണെന്ന് അന്താരാഷ്ട്ര പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. നഗരപ്രദേശങ്ങളിൽ ഹീറ്റ് ഐലൻഡ് പ്രതിഭാസം മൂലം രാത്രികാലങ്ങളിൽ പോലും ചൂടിന് ആശ്വാസമില്ലാത്ത അവസ്ഥയാണ്. ഉഷ്ണതരംഗം മൂലം തൊഴിലാളികളുടെ ഉൽപാദനക്ഷമത കുറയുന്നത് നിർമ്മാണ മേഖലയെയും കൃഷിയെയും പിന്നോട്ടടിപ്പിക്കും. വിളനാശം സംഭവിക്കുന്നതിലൂടെ ഭക്ഷ്യവസ്തുക്കളുടെ വില ഉയരാനും ഇത് കാരണമാകും. വൈദ്യുതി ഉപഭോഗം റെക്കോർഡ് നിലയിലേക്ക് ഉയരുന്നത് ഊർജ്ജ പ്രതിസന്ധിക്കും വ്യവസായങ്ങളുടെ തടസ്സത്തിനും വഴിവെക്കും. 2030 ഇന്ത്യയിലെ തൊഴിൽ സമയത്തിന്റെ വലിയൊരു ശതമാനം ചൂട് മൂലം നഷ്ടപ്പെടുമെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യയുടെ കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ വേനൽക്കാലം വലിയ വെല്ലുവിളിയാണ്. അസ്വാഭാവികമായ ചൂട് ഗോതമ്പ് ഉൾപ്പെടെയുള്ള ശീതകാല വിളകളുടെ വിളവെടുപ്പിനെ ബാധിച്ചു കഴിഞ്ഞു. ജലസ്രോതസ്സുകൾ വറ്റിവരളുന്നതും ഭൂഗർഭജലനിരപ്പ് താഴുന്നതും വരും ദിവസങ്ങളിൽ ജലക്ഷാമം രൂക്ഷമാക്കും. ഇത് കന്നുകാലി വളർത്തലിനെയും പാലുൽപാദനത്തെയും പ്രതികൂലമായി ബാധിക്കും. ഈ പ്രതിസന്ധി നേരിടാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. വരാനിരിക്കുന്ന കഠിനമായ ചൂടിനെ നേരിടാൻ വ്യക്തിപരമായും സാമൂഹികമായും ജാഗ്രത പാലിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം കുറയ്ക്കാൻ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കിയില്ലെങ്കിൽ രാജ്യം നേരിടാൻ പോകുന്നത് വലിയൊരു ദുരന്തമായിരിക്കുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്.